ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ അതാ കുളിച്ച് പിന്നെ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ചെയ്യലൊന്നുമില്ല. അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടതെന്നൊക്കെ വിചാരിച്ച് ചേഞ്ചിന് മാത്രമൊന്നുമില്ല കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോകണം, അതിന് വേണ്ടിയിട്ടൊക്കെ നേരത്തെ കുളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. കുറേ ദിവസമായി പായസം വെക്കണം എന്നൊക്കെ വിചാരിക്കണേ, അരിപ്പായസം വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കമ്പനി വിട്ട് പോന്നപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നു. അങ്ങനെ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ വീഡിയോ എടുത്തുകൂടെ ചോദിച്ചിരുന്നു കേട്ടോ. ഒന്ന് ഒരുങ്ങി മുടിയൊക്കെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ, ടവലൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ബാക്കിൽ മുടിയൊക്കെ കെട്ടി വെക്കുമല്ലോ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറയലുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ വെറുതെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വീതനയൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് മാത്രമായിട്ടുണ്ട്, കറി ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇതുണ്ടാക്കിയിട്ടാണ് അമ്മയും ഞാനും കൂടിയിട്ടാട്ടോ ചേച്ചീൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇതാ അരിയൊക്കെ കഴുകിയെടുക്കുകയാണ്, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ ഫോണിലവിടെ എന്തോ വീഡിയോയിൽ എന്തോ പാട്ട് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങനെ മ്യൂട്ടാക്കി. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇതാ ഞാൻ ശർക്കര എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അതാ ഞാൻ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കത്തി തീർന്ന വിറക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ കുറച്ച് എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അമ്മ കൊണ്ടുവന്ന് വെച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ എടുക്കുകയാണ്, കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ പായസം വെക്കാനുള്ള പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് ചായ ഉണ്ടാക്കി ചായ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അരിയൊക്കെ കഴുകിയെടുക്കണം. അപ്പം ഞാൻ അരി വാങ്ങിയത് മുഴുവനും ഉണ്ടാക്കണമെന്നില്ല ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ചെടുത്തിട്ട് കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടോ. പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ അതെന്താ അവിടെ കെട്ടി വെച്ചു. പിന്നെ അത് ഏത് കാലത്ത് എടുക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കെട്ടി വെച്ചു. അങ്ങനെ ഇതാ ഞാൻ അരിയൊക്കെ അളന്നെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ ഏകദേശം എൻ്റെ ഒരു ഇതിലങ്ങനെ ഞാനെടുത്തത് ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ഒരു പായസം ഉണ്ടാക്കണ സേമിയ പായസം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒരു സൈഡ് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അരിയൊക്കെ കഴുകിയെടുത്തു. അങ്ങനെ അതാ ഞാൻ അരിയൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് വേവൊന്നുമല്ല, ഞാൻ കുറച്ച് വേവ് ഏറിച്ചിട്ടുണ്ട്. എനിക്ക് വേവ് ഏറണമാണ് എനിക്കിഷ്ടം. നല്ലപോലെ കുടിക്കാമല്ലോ പായസം. അപ്പോൾ എന്താകും എങ്ങനെ ആയിത്തീരുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണ പോലെ അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിതൊക്കെ ഈ നാളികേരപ്പാലൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചേർക്കണില്ല. വെറുതെ തട്ടിക്കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണം. ഇത് എന്താന്ന് കുറേ നാളായി ഇത് ഉണ്ടാക്കണം കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കാതെ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഒഴിച്ചാൽ നല്ല രസമാണെന്ന് ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കണം. യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടു അത് ചേർക്കണം, എന്നാലേ അതിൻ്റെ സ്വാദും ഇതൊക്കെ അടിപൊളിയായി കിട്ടുള്ളൂ എന്നറിയാം. ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അറിയാം എന്തായി തീരുന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് അരി എന്തായാലും അവിടെ വെന്തിട്ടുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഞാൻ
ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ നെയ്യിലങ്ങനെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ നെയ്യൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിക്ക് നാളികേര കൊത്തുണ്ടല്ലോ അത് ഞാൻ ഇടണുണ്ട് കേട്ടോ. അത് ഇടണത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ അടിച്ചെടുത്ത വീഡിയോ ഏതോ ഒന്ന് നോക്കിയപ്പോൾ അതിൽ ഞാൻ നാളികേര കൊത്തിട്ടപ്പോൾ അത് ഞാൻ അങ്ങനെ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല കേട്ടോ. എന്നാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ രസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നാളികേര കൊത്തൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിക്ക് മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ ഈ മിൽക്ക് മെയ്ഡ് സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഇതിട്ട് നല്ല മധുരമാണ് കേട്ടോ. അങ്ങനെ അതാ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ശർക്കരയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു. അപ്പോൾ ശർക്കര ഒക്കെ റെഡിയാക്കി ഇതൊക്കെ ഒഴിച്ചിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നതാണ്. അപ്പോൾ ഏകദേശം പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നാളികേരപ്പാൽ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ കുറവും കൂടുതലൊക്കെ ഉണ്ടാവും പായസത്തിൽ. അപ്പോൾ എനിക്ക് അറിയുന്ന രൂപത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പായസം എന്താ ഗ്ലാസ്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ പായസം കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണം. 2 ചേച്ചിമാരുടെ വീട്ടിൽ വേണം പോകാൻ. അപ്പം അമ്മ അവിടെ ഒരുങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പായസമൊക്കെ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് ഒരുങ്ങാലോ എന്ന് വിചാരിച്ച് അപ്പോൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി, രസമൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എനിക്ക് കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും പിന്നെ ചേച്ചീൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പായസം കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ അവർക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, പിന്നെ ഞാൻ ഇന്നെ മാത്രം എടുത്തു. അങ്ങനെ ഇതാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒരുങ്ങി. അതെന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പം കോഴിക്കോട്ടേക്ക് വെറുതെ നോക്കിയപ്പോഴാണ് കണ്ടത്. ആക്കണ ഒരു കുഞ്ഞു മുട്ടതാ. എന്നാ എടുത്തളേ, ഒരു വടി കൊണ്ട് എടുത്തളേ. അല്ലേ കോഴിക്കുട്ടികൾ അല്ലേ, അമ്മയാണ് എടുക്കണം. അല്ലെങ്കിൽ കാണാൻ വേറെ എവിടെയെങ്കിലൊക്കെ പോയി മുട്ടണം. പൊട്ടിക്കണ്ടെന്നോ? ആ കാണിച്ചു കൊടുക്കേ, കാണിച്ചു കൊടുക്കേ. എടുക്കുന്നുണ്ടോ? ഞങ്ങൾ പോട്ടടാ. ഞാൻ പറയുമ്പോൾ കുഞ്ഞോളവിടെ വന്നിക്കണെങ്കിൽ ആ ഫോണ് ചോദിച്ചു നോക്കിട്ടോ. കുഞ്ഞോളവിടെ വന്നിക്കണെങ്കിൽ ഫോണ് ചോദിച്ചു. അന്നെ യൂട്യൂബിൽ പ്രതീക്ഷിക്കാം. വീഡിയോ അതിലെന്നെ വീഡിയോ എടുക്കണ. ടാറ്റ. അങ്ങനെ അതാ ചേച്ചീൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ ചേച്ചീൻ്റെ ചെറിയ മകനാണ് പോയത്. അപ്പോൾ അമ്മനെ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിലേക്ക് ചീത്തൊക്കെ കിട്ടി. അമ്മനെ വീഡിയോ എടുക്കണം അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ. പറയാതെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമൊക്കെയാണ് എന്നോട്. അതാണ് അമ്മനെ ഞാൻ വീഡിയോ എടുക്കാത്തത്. വീഡിയോ എടുത്താൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ചീത്തൊക്കെ പറയുന്ന ആളാണ്. വീഡിയോ എടുക്കണം അമ്മക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതാണ് അമ്മനെ വീഡിയോയിൽ കാണാത്തത്. അമ്മനെ വീഡിയോയിൽ കാണിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അമ്മക്ക് നിൽക്കാൻ താല്പര്യമില്ല. അമ്മക്ക് മാത്രമല്ല ആർക്കും നിൽക്കാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ വീഡിയോയിൽ അധികം ആൾക്കാരൊന്നും കാണാത്തത്. അങ്ങനെ അതാ പായസമൊക്കെ ചേച്ചിമാരെ വീട്ടിലേക്കാക്കി. പിന്നെ ഞാൻ ചേച്ചിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളിതാ എൻ്റെ വേറെ 2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്ത് അങ്ങനെ അതാ ഞാനും അമ്മയും ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഡ്രസ്സ് അടിക്കാൻ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മൻ്റെ ഡ്രസ്സുണ്ട്, എൻ്റെ ഡ്രസ്സുണ്ട്, എൻ്റെ ഒരു ടോപ്പുണ്ട് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അടിക്കാൻ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഞാനും അമ്മ ഇതാ പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എവിടെയാണ് ചോദിച്ചിരുന്നു കേട്ടോ. ഈ എന്താ പറയുക, ഈ രമണീയമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എവിടെയാണ് ഏതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചിരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടത് പാടത്തൊക്കെയാണ്. ഈ പാടം, വരമ്പ്, തോട്, കുളം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ എവിടെ സ്ഥലം ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട് മലപ്പുറമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പാടങ്ങളൊക്കെയാണ് ഉണ്ടത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോന്നു.
അങ്ങനെ അതാ ഞങ്ങൾ പാടം വഴിയാണ് പോണത്. എനിക്ക് ഇതിൽ പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനന്ന് ഇതാ പോവാണ്. അപ്പോൾ അമ്മ കുറേ ബാക്കിലാണ്, ഞാനിതാ മുന്നിലാണ്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ സിറ്റുവേഷൻസ് ഭയങ്കര എന്താ പറയുക നമുക്ക് എതിരാണ്. അപ്പോൾ ഞാൻ നോക്കിയായിട്ട് അങ്ങനെ വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ ഇങ്ങനെ വീഡിയോ ഇടാം കേട്ടോ. വീഡിയോ ഇടണം വിചാരിക്കാൻ നമുക്കൊരു മനസ്സുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണം എന്നൊക്കെ തോന്നാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതൊന്നും തോന്നുന്നില്ല. അതാണ് ഞാൻ വീഡിയോ കുറേ ദിവസമായിട്ട് 2 ആഴ്ചത്തോളമൊക്കെ ആയിട്ടുണ്ടാകും വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാനതാ ഞങ്ങൾ വണ്ടിയൂരിൽ അങ്ങാടിയിലെത്തിയിട്ട് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിതാ പെട്ടെന്ന് തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു എന്നാണ് തോന്നുന്നത്. കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിതാ വേഗം വീട്ടിൽ തിരിച്ച് പോകുന്നു. അപ്പോൾ വീഡിയോ എത്രയും കൂടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്